ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമായ ആഫ്രിക്കൻ രാജ്യമേത്? ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമായ ആഫ്രിക്കൻ രാജ്യം ഏത്? ഉത്തരം റിപ്പബ്ലിക് ഓഫ് കോങ്കോ. റിപ്പബ്ലിക് ഓഫ് കോങ്കോ. അടുത്ത ചോദ്യം, രാജഭരണം നിലവിലുള്ള ഇന്ത്യയുടെ അയൽ രാജ്യമേത്? രാജഭരണം നിലവിലുള്ള ഇന്ത്യയുടെ അയൽ രാജ്യമേത്? ഉത്തരം ഭൂട്ടാൻ. അടുത്ത ചോദ്യം, പാരീസ് ഇന്ത്യൻ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? പാരീസ് ഇന്ത്യൻ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? ഉത്തരം മാഡം ഫിക്കാജി ഗാമ. മാഡം ഫിക്കാജി ഗാമ. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര്? തിരുവിതാംകൂറിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ബാരിസ്റ്റർ ജി പി പിള്ള. ബാരിസ്റ്റർ ജി പി പിള്ള. അടുത്ത ചോദ്യം, ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്നറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പു. അടുത്ത ചോദ്യം, സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലം? സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലം? ഉത്തരം ചെറായി. ഏതാണ്? ചെറായി. ചോദ്യം മറക്കല്ലേ. സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ച എവിടെയാണ്? ചെറായി. അടുത്ത ചോദ്യം, കൂനൻ കുരിശു കലാപത്തിൻ്റെ പ്രധാന വേദി ഏതായിരുന്നു? കൂനൻ കുരിശു കലാപത്തിൻ്റെ പ്രധാന വേദി ഏതായിരുന്നു? ഉത്തരം മട്ടാഞ്ചേരി. അടുത്ത ചോദ്യം, വേണാട്ടിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി ആരായിരുന്നു? വേണാട്ടിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം ഉമയമ്മ റാണി. ആരാണ്? ഉമയമ്മ റാണി. അടുത്ത ചോദ്യം, ഉപ്പ് നിർമ്മാണം, ചായം മുക്കൽ എന്നീ വ്യവസായങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കിയ വിദേശീയരാര്? ഉപ്പ് നിർമ്മാണം, ചായം മുക്കൽ എന്നീ വ്യവസായങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കിയ വിദേശീയരാര്? ഉത്തരം ഡച്ചുകാർ. ആരാണ്? ഡച്ചുകാർ. ചോദ്യം മറക്കല്ലേ. അടുത്ത ചോദ്യം, ഇംഗ്ലീഷുകാർ കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ഏത്? ഇംഗ്ലീഷുകാർ കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ആരാ? ഇംഗ്ലീഷുകാർ നിർമ്മിച്ചത് അല്ലേ? ഉത്തരം അഞ്ചുതെങ്ങ് കോട്ട. അഞ്ചുതെങ്ങ് കോട്ട. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് ആരുടെ ഭരണകാലത്താണ്? തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് ആരുടെ ഭരണകാലത്താണ്? ഉത്തരം സ്വാതി തിരുനാൾ. ആരുടെ കാലത്താണ്? സ്വാതി തിരുനാൾ. മറക്കല്ലേ. തിരുവിതാംകൂറിൽ എന്തുവാ? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അല്ലേ? ആരുടെ കാലത്താണ്? സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്ത്. അടുത്ത ചോദ്യം, നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്? നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്? ഉത്തരം എക്കൽ മണ്ണ്. ഉത്തരം എക്കൽ മണ്ണ്. അടുത്ത ചോദ്യം, സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയ്ക്ക് സമ്മാനിച്ച രാജ്യമേത്? സ്റ്റാച്യു ഓഫ് ലിബർട്ടി അല്ലേ, അമേരിക്കയ്ക്ക് സമ്മാനിച്ച രാജ്യം ഏത്? ഏതായിരിക്കും? ഉത്തരം ഫ്രാൻസ്. ഉത്തരം ഫ്രാൻസ്. അടുത്ത ചോദ്യം, ആഫ്രിക്കയുടെ പണയപ്പെട്ട കൊമ്പ് എന്നറിയപ്പെടുന്ന രാജ്യം? ആഫ്രിക്കയുടെ പണയപ്പെട്ട കൊമ്പ് എന്നറിയപ്പെടുന്ന രാജ്യം? ഉത്തരം ജിബൂട്ടി.
ഉത്തരം ഏതാണ്? ജിബൂട്ടി. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരുവിൻ്റെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ ആദ്യത്തെ വിദേശ രാജ്യമേത്? ശ്രീനാരായണ ഗുരുവിൻ്റെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ ആദ്യത്തെ വിദേശ രാജ്യമേത്? ഉത്തരം ശ്രീലങ്ക. അടുത്ത ചോദ്യം, കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തിയ ആദ്യ രാജ്യമേത്? കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തിയ ആദ്യത്തെ രാജ്യം ഏത്? ഉത്തരം കാനഡ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ആര്? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ആര്? ഉത്തരം PT ഉഷ. അടുത്ത ചോദ്യം, കടൽ ജലത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ലോഹമേത്? കടൽ ജലത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ലോഹം ഏത്? ഉത്തരം മഗ്നീഷ്യം. അടുത്ത ചോദ്യം, വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ആര്? വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ആര്? ഉത്തരം അരബിന്ദോ ഘോഷ്. ഉത്തരം അരബിന്ദോ ഘോഷ്. അടുത്ത ചോദ്യം, കോയമ്പത്തൂരിലേക്ക് ശുദ്ധജല വിതരണത്തിനായി കേരളത്തിൽ നിർമ്മിച്ച അണക്കെട്ട് ഏത്? കോയമ്പത്തൂരിലേക്ക് ശുദ്ധജല വിതരണത്തിനായി കേരളത്തിൽ നിർമ്മിച്ച അണക്കെട്ട് ഏത്? ഉത്തരം ശിരുവാണി ഡാം. ഏതാണ്? ശിരുവാണി ഡാം. അടുത്ത ചോദ്യം, നർമ്മദ നദിക്കും ഗോദാവരി നദിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദി? നർമ്മദ നദിക്കും ഗോദാവരി നദിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദി? ഉത്തരം താപ്തി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളി വിശേഷിപ്പിച്ചത് ആര്? ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം ഇന്ദിരാഗാന്ധി. അടുത്ത ചോദ്യം, സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? ഉത്തരം CP ഗോവിന്ദപിള്ള. CP ഗോവിന്ദപിള്ള. അടുത്ത ചോദ്യം, ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്ത കേരളത്തിലെ ഏക ദേശീയോദ്യാനം ഏത്? ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്ത കേരളത്തിലെ ഏക ദേശീയോദ്യാനം ഏത്? ഉത്തരം സൈലന്റ് വാലി. അടുത്ത ചോദ്യം, തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടുകൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതായിരുന്നു? തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടുകൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതായിരുന്നു? ഉത്തരം മലയാളി മെമ്മോറിയൽ. അടുത്ത ചോദ്യം, വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട്? വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട്? ഉത്തരം ഹേബിയസ് കോർപ്പസ്. തുല്യരിൽ ഒന്നാമൻ, ക്യാബിനറ്റ് ആർക്കിൻ്റെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആര്? തുല്യരിൽ ഒന്നാമൻ, ക്യാബിനറ്റ് ആർക്കിൻ്റെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആര്? ഉത്തരം പ്രധാനമന്ത്രി. ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതി? ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതി? ഉത്തരം സർചാർജ്. കേൾവിശക്തി അളക്കുന്നതിനുള്ള ഉപകരണം? കേൾവിശക്തി അളക്കുന്നതിനുള്ള ഉപകരണം? ഉത്തരം ഓഡിയോമീറ്റർ.
മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത്? ഉത്തരം സ്റ്റേപ്പിസ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഭാരതീയ നൃത്തരൂപം? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഭാരതീയ നൃത്തരൂപം? ഉത്തരം കൂടിയാട്ടം. ഇന്ത്യയുടെ ആദ്യത്തെ പരിസ്ഥിതി പട്ടണം? ഇന്ത്യയുടെ ആദ്യത്തെ പരിസ്ഥിതി പട്ടണം? ഉത്തരം പാനിപ്പത്ത്. ഓക്കെ.